ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ അമേരിക്കയും കാനഡയും അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇപ്പം ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്ക ശരിക്കും താരിഫ് പല രാജ്യങ്ങൾക്കും ഇട്ടെങ്കിലും കാനഡയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താരിഫ് വല്ലാത്ത രീതിയിൽ കാനഡയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കാനഡ വാങ്ങിച്ച് അവരുടെ ഉള്ളിൽ ഡൊമസ്റ്റിക് സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരുപാട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എനർജി സെക്ടറിൽ അമേരിക്ക കാനഡയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ അമേരിക്ക ഇപ്പം ഇടക്കാലം കൊണ്ട് എനർജി സെക്ടറുകൾ, അതായത് ഈ എനർജി യൂട്ടിലൈസേഷൻ കാനഡയിൽ നിന്നും വാങ്ങുന്നത് കുറച്ച് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാനഡയെ വല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് കാനഡയെ നയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലുപരിയായിട്ട് ജസ്റ്റിൻ ട്രൂഡോ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് എടുത്ത നിലപാട്, അതിൽ പ്രധാനമായിട്ടും കാനഡയ്ക്കുള്ളിൽ ഹൗസിംഗ് ഷോർട്ടേജ്, ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ രാജ്യം ചലിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഇമിഗ്രൻറ്റുകളെ കൊണ്ടാണ്. കാരണം എമിഗ്രേഷൻ, അതായത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ രീതിയിലുള്ള പ്രോജക്റ്റാണ്. ആഗോളതരത്തിൽ പല ട്രാവൽ ഏജൻസികളും തന്നെ ചലിക്കുന്നത് കാനഡയിലേക്കുള്ള മൈഗ്രേഷനുമായിട്ടുള്ള ടാഗ് ലൈൻ വെച്ചുകൊണ്ടാണ്. പലരും പല കാലഘട്ടങ്ങളിലായിട്ട് പലരും കൺവിൻസ് ചെയ്യുന്നത് കാണാം. നിങ്ങൾക്ക് PR മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാനഡയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് സെക്ടറിൽ കിട്ടുന്ന ഫെസിലിറ്റീസ്, ഇതെല്ലാം തന്നെയാണ്. അതായത് ഒരു സെക്യൂർഡ് ലൈഫ് എന്നുള്ള നിലയിൽ. പക്ഷേ കാനഡയിലേക്ക് ഇമിഗ്രൻറ്റുകളുടെ ഈ കുത്തൊഴുക്ക് ഇതൊരു കാലഘട്ടം വരെ ശരിക്കും പറഞ്ഞാൽ കാനഡയ്ക്ക് ഒരു ബൂസ്റ്റ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പം നിലവിൽ ഇപ്പം എമിഗ്രൻറ്റ് ഫാമിലി വരുന്നതെന്ന് വെച്ചോ, കാനഡയ്ക്കുള്ളിൽ വരുന്നത്, അവർക്ക് നിലവിൽ ജോലി കൊടുക്കണം, എംപ്ലോയ്മെൻ്റ് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ അവർക്ക് ഹൗസിങ്, അക്കോമഡേഷൻ, അതും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക. ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ ഓൾറെഡി തന്നെ കാനഡയ്ക്കുള്ളിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇടുത്തി വീണതുപോലെ ട്രംപിൻ്റെ താരിഫ് നയം. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് കർനെ വൈറ്റ് ഹൗസ് സന്ദർശിക്കുകയും ഞങ്ങൾ അമേരിക്കയ്ക്കെതിരെയുള്ള താരിഫ് മൊത്തത്തിലെടുത്ത് മാറ്റുന്നു എന്നുള്ള നിലപാടുകളും പ്രഖ്യാപനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മടങ്ങിയത്. എന്നിട്ടും അമേരിക്ക താരിഫ് നയത്തിൽ വിട്ടുവീഴ്ച വരുത്തുന്ന മാതിരി കാണുന്നില്ല. അത് ശരിക്കും കാനഡയ്ക്ക് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാനഡ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നീങ്ങാണ് മുന്നോട്ട്. കാരണം അതിനവർ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ അതായത് കാനഡ ശരിക്കും ഈ ഒരു ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ജോയിൻ ചെയ്ത് അവരുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറക്കി രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ട്രംപ് അതാ വീണ്ടും 400% ഞാൻ കാനഡയ്ക്ക് താരിഫ് ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് അഡീഷണൽ ആയിട്ട് ഇന്നലെ രാവിലെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 10% താരിഫ് കൂടി അഡീഷണൽ ആയിട്ട് ഇടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് 400% താരിഫ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു മിനിഞ്ഞാന്ന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10%. അതായത് താരിഫ് എന്നുള്ള ആ ഒരു നിലയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ജപ്പാനുമായിട്ടുള്ള ബന്ധം. ജപ്പാൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള തെക്കൈച്ചി ഇന്ന് അവർ പാർലമെൻറ്റിൽ പോയി സംസാരിക്കുകയുണ്ടായി, സ്പീച്ച് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാടിനെ റഷ്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്കൻ അലയായിട്ടുള്ള ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ എടുത്ത നിലപാടിൽ റഷ്യ സ്വാഗതം ചെയ്തത് എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ജപ്പാനും റഷ്യയ്ക്കും ഇടയിൽ ഒരു ഐലൻഡ് തർക്കമുണ്ട്. ആ ഐലൻഡ് തർക്കം നമുക്ക് സ്മൂത്തായിട്ട് പരിഹരിച്ച് അതിലൊരു സമവായം ഉണ്ടാക്കി നമുക്ക് എല്ലാവരുമായിട്ടും സഹകരിച്ച് പ്രവർത്തിച്ചൂടെ എന്നാണ് പുള്ളിക്കാരത്തി ചോദിച്ചത്. അതായത് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലരെയും ഒപ്പോസ് ചെയ്തുകൊണ്ട് പല രീതിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരു പക്ഷം പിടിച്ച്, അതായത് അമേരിക്കൻ ചേരിയോട് ചേർന്ന് നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മൾ എല്ലാവരുമായിട്ടും ഒന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള ചോദ്യമാണ് പുള്ളിക്കാരത്തി ചോദിച്ചത്. അപ്പോൾ അതായത് ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഐലൻഡ് വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെച്ചത്. പക്ഷേ ഇത് അമേരിക്ക സമ്മതിക്കുമോ എന്ന് അറിയത്തില്ല. കാരണം ഈ ഐലൻഡുകളുടെ പ്രശ്നങ്ങൾ, ചൈനയുമായിട്ടുള്ള കടൽ അതിർത്തി നിർണ്ണയിക്കുന്ന വിഷയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് ജപ്പാൻ. അതുകൊണ്ടാണ് അമേരിക്ക ജപ്പാൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താമെന്നുള്ള ഒരു പ്രോമിസ് നൽകിക്കൊണ്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഒരു ബന്ധം തുടർന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇങ്ങനെ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് ഒന്നെങ്കിൽ അമേരിക്കയ്ക്ക് താല്പര്യപ്പെടുമോ എന്നുള്ളത് നമുക്കറിയില്ല. CIA ഇടപെടും. പക്ഷെ അതേസമയം ഇങ്ങനെ ജപ്പാനെ വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു പ്രൈം മിനിസ്റ്ററായിട്ട് തക്കൈച്ചി വിചാരിച്ചാൽ പോലും അമേരിക്ക അതിന് സമ്മതിക്കില്ല. അപ്പോൾ ഇനി ഇവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇവർ എന്താണ് മുന്നോട്ട് എടുത്തു വെക്കുന്ന ആശയങ്ങൾ, ഈ വക പ്രശ്നങ്ങളിലൊക്കെ ഇവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ഇനി തൊട്ടടുത്ത അയൽ രാജ്യങ്ങളുമായിട്ട് ഇവർ ഏത് തരത്തിലുള്ള നിലപാടാണ് എടുക്കാൻ പോകുന്നത്, ഇതൊക്കെ അനുസരിച്ചാണ് അമേരിക്കയുടെ ഒരു ഗെയിം പ്ലേ. സൗത്ത് ചൈന സീ, അതേപോലെ തന്നെ തായ്വാൻ, ജപ്പാൻ, ഈ മേഖലകളിലൊക്കെ അമേരിക്കയുടെ ആ ഒരു ഡോമിനൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ ഡോമിനൻസ് നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് ചൈനയ്ക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ആ സാഹചര്യത്തിൽ വളരെ ക്രിട്ടിക്കലായിരിക്കും ജപ്പാൻ പ്രൈം മിനിസ്റ്ററിന്റെ ഈ തീരുമാനങ്ങൾ. ഇനിയിപ്പോൾ അത് അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയണം. പക്ഷേ അവർ ഇന്ത്യയുമായിട്ട് എടുത്തിരിക്കുന്ന നിലപാടുകളെല്ലാം തന്നെ വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യയുമായിട്ട് ഒരു രീതിയിലുള്ള ഡിഫറൻറ്റ് ഒപ്പീനിയനും അവർ രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയും ജപ്പാനും ചേർന്ന് നടത്തുന്ന നേവൽ എക്സസൈസ് 46ാമത്തെ മെമ്പർ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ INS ഹൻസ എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പ്, അപ്പോൾ ഇത് JMSDFന്റെ ഭാഗമായിട്ട്, ഈ JMSDF എന്ന് പറയുന്നത് ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സുമായിട്ട് ഇന്ത്യൻ നേവി രണ്ടുപേരും കൂടി സംയോജിച്ച് നടത്തിയ ആ ഒരു നേവൽ എക്സസൈസിൽ ജപ്പാൻ പങ്കെടുത്തിട്ടുണ്ട്. ജപ്പാൻ്റെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ഈ ഒരു പറ്റം ആൾക്കാർ, മീൻസ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ INS ഹൻസ വിസിറ്റ് ചെയ്ത് മടങ്ങിയതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. അതായത് ഒരു ജോയിന്റ് നേവൽ ഫോഴ്സ് എക്സസൈസ് ആണ് നടത്തിയത്. ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് മൈൻസ് അങ്ങനൊരു സംവിധാനമുണ്ട്. ഇവർ 2 കമ്പനികളെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ മൈനിങ് ഫീൽഡിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്ത് ഈ മിനറൽ മൈനിങ്, അതായത് ക്രിട്ടിക്കൽ മിനറലാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അടുത്ത 5 മുതൽ 8 വർഷത്തിനകത്ത് നമ്മൾ ഇതിൽ തന്നെ സ്വയം പര്യാപ്തത നേടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ. കാരണം അത്രമാത്രം മാനുഫാക്ചറിങ് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അതേപോലെ റെയർ എർത്ത് എലമെൻസിൻ്റെ ആവശ്യം വളരെ വലുതാണ്. അപ്പം നമുക്ക് ഈ സെമിക്കോൺ പ്രോജക്റ്റ് പോലത്തെ ഈ സെമിക്കോൺ 2025 എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതായത് മാസീവായിട്ട് 76,000 കോടി ഒരു പ്രോജക്റ്റ്, 30,000 കോടി അടുത്ത പ്രോജക്റ്റ്, 60,000 കോടി നെക്സ്റ്റ് പ്രോജക്റ്റ്, ഇങ്ങനെ കോടിക്കണക്കിൽ പ്രോജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് റെയർ എർത്ത് എലമെൻറ്റ്സിലേക്ക് കൂടുതൽ കമ്പനികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് മൈനിങ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് IISc എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറഞ്ഞ സ്ഥാപനവും ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനം സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ടെക്നോളജി, അത് CMET എന്ന് വിളിക്കും. ഈ CMET എന്ന് പറഞ്ഞ ഈ സ്ഥാപനവും, ഈ CMET സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങളെയും നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മൈനിങ്ങിന്റെ ഭാഗമായിട്ട് ചേർക്കുകയാണ്. 24-ാം തീയതി ഒക്ടോബർ, ഈ കഴിഞ്ഞ 24 ഒക്ടോബർ 2025 മിനിസ്ട്രി ഓഫ് മിനറൽ മൈനിങ്സ് ഇത് ഡിക്ലെയർ ചെയ്തത്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ അംബർല എന്ന് പറഞ്ഞ ആ ഒരു ഷീൽഡ് കൊടുത്തുകൊണ്ട് സൗദി അറേബ്യയുമായിട്ട് ചെയ്ത ഒരു എഗ്രിമെന്റ്, അത് ഇപ്പം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് കാരണമായി തീർന്നത് ജോൺ കുര്യക്കാവു എന്ന് പറഞ്ഞ മുൻ CIA ഉദ്യോഗസ്ഥൻ, പാകിസ്ഥാനിൽ വർക്ക് ചെയ്തിരുന്ന മുൻ CIA ഉദ്യോഗസ്ഥൻ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇതിന് കാരണമായി തീർന്നത്. കാരണം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺ പാകിസ്ഥാൻ്റേതല്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. പ്രത്യേകിച്ചും പാകിസ്ഥാനെ വലിയ രീതിയിൽ വിശ്വസിച്ചിരുന്ന ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ട്. തുർക്കി, മലേഷ്യ, അസർബൈജാൻ, ഇങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഉണ്ട് ഈ പാകിസ്ഥാനെ ബാക്കപ്പ് ചെയ്തിരുന്ന രാജ്യങ്ങൾ. അവരെല്ലാം തന്നെ ഇപ്പം അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് ശരിക്കും ആണവായുധം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഗ്ലോബൽ ചർച്ച. ശരിക്കും പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇയാളുടെ സ്റ്റേറ്റ്മെന്റിനെ ശരിവെച്ചുകൊണ്ട് ഒരു പാകിസ്ഥാനി ഓഫീസർ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് AQ ഖാൻ, പുള്ളിക്കാരൻ ഈ ജോൺ കുര്യക്കാവു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 100% ശരിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിപ്പം അടുത്ത ലെവലിലേക്ക് പോയിരിക്കുകയാണ് ഈ ഒരു വിഷയം. പാകിസ്ഥാനെ കൈവിട്ട് പോയി, അതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ വട്ടപൂജ്യമാകുന്ന നിമിഷങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായിട്ട് നിരന്തരം പോയിട്ട് ആയുധം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ നടന്നിരുന്ന സെലൻസ്കി വേറെ ഒരു മാർഗവുമില്ലാണ്ട് നേരെ ഇപ്പം സ്വീഡൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് ഫൈറ്റർ ജെറ്റുകൾ വേണം. സ്വീഡൻ ഫൈറ്റർ ജെറ്റുകൾ കൊടുക്കാൻ തയ്യാറാണ്. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 2026 ബിഗിനിങ് ഓർ മിഡ് ആ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ട്. 150 ഗ്രിപ്പൻ ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉക്രൈൻ. അത് ഉക്രൈൻ ഇനി മാറ്റമൊന്നുമില്ല, ഇത് ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ് എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഇത് ഫൈനലൈസ്ഡ് ആണ്. ഡീൽ സൈൻ ചെയ്യുന്ന ആ ഒരു ജോലി മാത്രമാണ് പെൻഡിങ്ങിലുള്ളത്. ഇത് സെലൻസ്കിയാണ്. എന്ത് സ്ട്രാറ്റജി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഡീലിന് ഇപ്പോൾ ഒരു ഓപ്പൺ ഡിക്ലറേഷൻ കൊടുത്തിരിക്കുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ അമേരിക്കയെ സ്വാധീനിക്കാനാവാം, ചിലപ്പോൾ ചുറ്റാകെ കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടാവാം. സ്വീഡൻ ഒരു നാറ്റോ രാജ്യമാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും ഫൈറ്റർ ജെറ്റുകൾ ഡെലിവറി ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യം തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇതിനെ സെലൻസ്കി ഹിസ്റ്റോറിക് സ്റ്റെപ്പ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം 2026 ബിഗിനിങ് മുതൽ സ്വീഡൻ ഉക്രൈന്
ഗ്രിപ്പൻ ഈ ഫൈറ്റർ ജെറ്റുകൾ ഡെലിവറി ചെയ്ത് തുടങ്ങും. ആസിയാൻ സബ്മിറ്റിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോവാത്തതും ട്രംപിനെ മീറ്റ് ചെയ്യാത്തതും ട്രംപിന് തീർച്ചയായിട്ടും ഒരു ഹ്യൂമിലിയേഷനായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കെതിരെ കൂടുതൽ ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ അമേരിക്കയുടെ പക്കൽ നിന്നും ട്രംപിൻ്റെ വായിൽ നിന്നും ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ട്രേഡ് ഡീലും ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്ത് മടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി അമേരിക്കയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള നിലപാടാണ് ഇന്ത്യയുടേത്. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറിയാണ്. അപ്പോൾ ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൽ നിന്നും ഇനിയും ഇന്ത്യക്കെതിരെ നിരന്തരം പല രീതിയിലുള്ള പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യൻ ആർമി സർ ക്രീക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ഗുജറാത്തോട് ചേർന്ന് ഒരു തൃശൂൽ എന്ന് പറഞ്ഞിട്ട് 3 സേനകളും കൂടെ ചേർന്നിട്ട്, അതായത് ആർമി, എയർഫോഴ്സ്, നേവി 3ഉം കൂടി ചേർന്നിട്ടാണ് ഈ തൃശൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് നടത്തുന്നത് അവിടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ ഡേറ്റിൽ തന്നെ പാകിസ്ഥാൻ അവരുടെ സൈഡിലും നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇന്ത്യ കുറച്ച് സസ്പെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ മിലിറ്ററി പരേഡ് മറ്റൊരു തലത്തിലേക്ക് മാറുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ രീതിയിലാണ് ഒരു സ്പാർക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെയാണ് ഇന്ത്യ ഈ ഒരു മിലിറ്ററി ഡ്രില്ല് നടത്തുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പാകിസ്ഥാൻ ഇപ്പം ഇന്ത്യയെ അങ്ങനെ ഉരസാനുള്ള സാധ്യത വളരെ കുറവാണ്. ന്യൂക്ലിയർ ആയുധമില്ല, എല്ലാം അമേരിക്കയുടെ കൺട്രോളിലാണ്, അവർക്ക് വേണ്ടത്ര എക്യൂപ്മെന്റ്സ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. തുടരെ അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്ന് അടിവേടിച്ച് കൂട്ടുകയാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള സെക്ടേറിയൻ യുദ്ധങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു പക്ഷേ ഇത് ഇന്ത്യക്കിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് താങ്ങിയാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലോബൽ സഹായം കിട്ടുക എന്ന് ധരിക്കുന്നെങ്കിൽ തെറ്റില്ല. അവരങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അസീം മുനീറിനെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു മോബ് ഡ്രില്ലൊക്കെ നടത്തേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്റലിജൻസ് വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ ഒരു മിലിറ്ററി ഡ്രില്ല് നടത്തുന്നത്. ഇന്ത്യയുടെ ISRO ഒരു സ്പൈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. CMS-03 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ മാരിടൈം സെക്യൂരിറ്റിക്കും അതേപോലെ നേവൽ കമ്മ്യൂണിക്കേഷൻസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. GSAT-7R എന്നാണ് ഇതിൻ്റെ സാറ്റലൈറ്റ് അറിയപ്പെടുന്നത്. നവംബർ 2-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ ലോഞ്ച്. LVM-3 വെഹിക്കിൾ 5 അതിലാണ് ലോഞ്ചിങ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ ബ്യൂർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് റഷ്യയുടെ പുതിയ മിസൈലാണ്. പുതിയ ന്യൂക്ലിയർ ക്രൂസ് മിസൈൽ റഷ്യ വിജയകരമായി പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. നാറ്റോ രാജ്യങ്ങളുടെ നെഞ്ചത്തിട്ട് തന്നെയാണ് ഈ ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ശരിക്കും നാറ്റോ രാജ്യങ്ങൾ ഷോക്കായിരിക്കുകയാണ്. കാരണം റഷ്യ ആണെങ്കിൽ നിരന്തരം ഇങ്ങനെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അതും ഒരു ന്യൂക്ലിയർ ക്രൂസ് മിസൈലാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത് വിജയകരമായിട്ട്. അതോടൊപ്പം ഇപ്പോൾ റഷ്യ അഗ്രസീവായിട്ടാണ് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് പെരുമാറുന്നത്. താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി വിർച്വലായിട്ട് ആസിയാൻ സബ്മീറ്റിനെ അഡ്രസ്സ് ചെയ്തു. ലെങ്തി ആയിട്ടുള്ള ഒരു നീണ്ട പ്രസംഗം എന്ന് പറയുന്നതിനേക്കാളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജുകളാണ് കൺവേ ചെയ്തത്. അതായത് ഒരു ആസിയാൻ ബ്ലോക്ക് സ്റ്റാർട്ടപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബാങ്കോക്കിൽ 1967 മുതലുള്ള കാര്യങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ ഈ ഒരു മീറ്റിംഗ് അഡ്രസ്സ് ചെയ്തത്. ഇപ്പൊ അതിൽ പ്രധാനമായിട്ട് പുള്ളിക്കാരൻ എടുത്തു പറഞ്ഞ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, ബ്രൂണൈ, ദാറുസലാം, കംബോഡിയ, ലാവോ, മലേഷ്യ, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ്, വിയറ്റ്നാം എന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ ഇതൊന്ന് അഡ്രസ്സ് ചെയ്തത്. അതുപോലെ തീർച്ചയായിട്ടും ആസിയാൻ സബ്മിറ്റിനെ ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി 2040 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ ഗ്രോത്ത് റേഞ്ച് എക്സ്റ്റെൻഡഡ് റേഞ്ച് ഓഫ് ബ്രഹ്മോസ് സർവീസിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് ആണ് ഇത് അറിയിച്ചത്. 800 കിലോമീറ്റർ റേഞ്ച് വരുന്ന ബ്രഹ്മോസ് മിസൈൽ നമ്മളുടെ സേനയിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഡിഫൻസ് ഫോഴ്സിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്, അത് ഒട്ടും സംശയമില്ല. എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.